ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വെച്ച് നമുക്ക് നല്ലൊരു ചായക്കടി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും പകുതി ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില, ചെറിയ പീസ് ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി ചതക്കിയത്, പിന്നെ 2 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 6 പീസ് ബ്രെഡാണ് എടുത്തത്. നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. ഇതൊരു 2 വിസിൽ മതി. വെജിറ്റബിൾ ആയതുകൊണ്ട് വേഗം വെന്തിട്ടും. പിന്നെ ഞാൻ 2 പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ആദ്യം പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് പൊടിച്ചെടുത്ത് മാറ്റാം. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വലിയ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. പിന്നെ 4 അല്ലി വെളുത്തുള്ളി ചതക്കിയതും, ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് മല്ലിയിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊക്കെ നല്ലോണം ഉടച്ചു കൊടുക്കണം. ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. അത് 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം, എന്നാലേ ഇത് നല്ലോണം മിക്സായി കിട്ടും. പിന്നെ നമ്മൾ ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് കുറേശ്ശെ ആക്കിയിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ കുട്ടികൾ അധികവും വെജിറ്റബിളൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചായക്കടിയാക്കിയിട്ടൊക്കെ കൊടുത്താൽ അവർ കഴിക്കും. അതാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇതേപോലെ 2 പീസായി കട്ട് ചെയ്തെടുക്കാം. ബാക്കി എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 2 മുട്ടയാണ്. അതിൽ കുറച്ച് മല്ലിയിലയും ഉപ്പും ചേർത്ത് വെച്ചതാണ്. അതിൽ ആദ്യം നമ്മൾ ഈ ബ്രെഡ് മുക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇതുപോലെ മുക്കി ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ചേർത്തിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഓയിൽ ആക്കി കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെറുതായിട്ട് ഒരു സ്പൂൺ കൊണ്ടാൻ പറ്റും ഇങ്ങനെ ചെറുതായിട്ട് ആക്കി കൊടുത്താൽ മതി. അധികം എണ്ണയൊന്നും കുടിക്കാത്ത നല്ല നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ നമ്മൾ ഫ്ലെയിമൊക്കെ ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതുപോലെ കരിഞ്ഞു പോകും. ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ശരിക്കും ഒന്നും തിരിച്ചു മറിച്ചൊന്നും ഇടാൻ പറ്റാത്തത്. ഇടയ്ക്ക് ഇതുപോലെ ഓയിലൊക്കെ ഒന്ന് ഇങ്ങനെ തെറിപ്പിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ സൈഡൊക്കെ നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എല്ലാ വശവും നമ്മളൊന്ന് ഓടിൽ അങ്ങനെ നമ്മൾ ബ്രെഡ് വെച്ച് വെജിറ്റബിളിൻ്റെ അടിപൊളി ചായക്കടി റെഡി ആയിട്ടുണ്ട്. അധികം എണ്ണയൊന്നും കുടിക്കാത്ത ചെറിയ കുട്ടികൾക്കായാലും വലിയ ആൾക്കായാലും ഒക്കെ ചായക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെയുള്ള വെറൈറ്റി ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം.